വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ കാര്യമാക്കുന്നില്ലെന്ന് മുന്നണി യോഗത്തിൽ പിണറായി വിജയൻ. പരാജയത്തിന് പല കാരണങ്ങളുണ്ട്. ജനങ്ങളിലേക്ക് മുന്നണി സംവിധാനം ഇറങ്ങിച്ചെല്ലണം. ഒന്നിച്ചു നിന്നാൽ തിരിച്ചുവരാനാകുമെന്ന് പിണറായി വിജയൻ. 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി ശക്തമായി തിരിച്ചുവരുമെന്നും പിണറായി വിജയൻ. ന്യൂനപക്ഷ വോട്ടുകളുടെ ഇടത് വിരുദ്ധ ഏകീകരണമാണ് പരാജയത്തിന് കാരണമെന്നാണ് മുന്നണിയിലെ വിലയിരുത്തൽ. ബി അരുൺ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. അരുൺ, ഈ ഒരു വിലയിരുത്തൽ തന്നെയായിരിക്കുമല്ലോ വരാൻ പോകുന്നത്? പക്ഷേ ന്യായീകരണങ്ങൾ പലത് ഇറങ്ങുന്നുണ്ട്. പക്ഷേ മുന്നണിയുടെ വിലയിരുത്തൽ എന്ന് പറയുന്നത് ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം സംഭവിച്ചു, അത് ഇടതുപക്ഷത്തിന്റെ പരാജയത്തിന് കാരണമായി. ഇതാണ് അല്ലേ? മുന്നണിയുടെ പ്രാഥമിക വിലയിരുത്തൽ മാത്രമാണത്. ഇതിൽ വിശദമായ ചർച്ചകൾ നടക്കും. ജൂണിൽ വീണ്ടും മുന്നണി യോഗം ചേരുന്നുണ്ട്. നേരത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് സമാനമായി കീഴ്ഘടകങ്ങളിലെ ചർച്ചകൾക്ക് ശേഷം ഓരോ പാർട്ടികളും അവരുടെ ചർച്ചകൾക്ക് ശേഷം മുന്നണിയുടെ ഒരു പൊതു തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ട് മതി എന്ന തീരുമാനമാണ് ഇടതുമുന്നണി നേതൃയോഗം കൈക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഒരു കൺക്ലൂഷനിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിലപാട് വ്യക്തമാക്കിയത്. തനിക്കെതിരെ വ്യക്തിപരമായ നിരവധി അധിക്ഷേപങ്ങൾ, വിമർശനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അത് സ്വാഭാവികമായും പിണറായിയുടെ ധാർഷ്ട്യവും പിണറായിയുടെ ഇടപെടലുകളുമാണ് പരാജയത്തിന് കാരണമെന്ന വിമർശനം പല കോണുകളിൽ നിന്ന് ഉയർന്നു വരുന്നത്. അതിനാണ് മുഖ്യമന്ത്രി മുന്നണി യോഗത്തിൽ മറുപടി പറഞ്ഞത്. അത്തരം അധിക്ഷേപങ്ങളെ, വിമർശനങ്ങളെ കാര്യമാക്കുന്നില്ല. പലവിധ കാരണങ്ങൾ തെരഞ്ഞെടുപ്പ് തോൽവിക്കുണ്ട്. അത്തരം കാര്യങ്ങളിലേക്ക് വിശദ ചർച്ച പിന്നീട് ഉണ്ടാകും. CPM ചർച്ചകൾ നടത്തുന്നുണ്ട്. ജൂൺ 15 വരെയാണ് CPM ബ്രാഞ്ച് തലം വരെയുള്ള ചർച്ചകൾക്ക് സമയം അനുവദിച്ചിരിക്കുന്നത്. അതിനുശേഷം ആ സമയത്ത് എല്ലാ പാർട്ടികളും സമാനമായ ചർച്ചകൾ നടത്തണം. ജൂൺ 15 ശേഷം മുഴുവൻ സമയം LDF ചേർന്ന് ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യാമെന്നാണ് മുഖ്യമന്ത്രി പാർട്ടി കൺവീനറും LDF യോഗത്തിൽ വ്യക്തമാക്കിയത്. മുന്നണി കൺവീനറും LDF യോഗത്തിൽ വ്യക്തമാക്കിയത് ക്ഷേമപ്രവർത്തനം വേണ്ടവിധം ജനങ്ങളിലേക്ക് എത്തിയില്ല എന്ന അഭിപ്രായം CPI നേതൃയോഗത്തിൽ അറിയിച്ചു. മുഖ്യമന്ത്രി മറ്റൊരു കാര്യം കൂടി പറഞ്ഞത്, മുന്നണി ഒന്നിച്ചു നിന്നാൽ ശക്തമായി തിരിച്ചുവരാം. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി ശക്തമായി തിരിച്ചുവരുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ യോഗത്തിൽ വ്യക്തമാക്കി. മറ്റു കാര്യങ്ങളിലേക്ക് ഈ പ്രതിപക്ഷ നേതാവ് പദവിയോ അല്ലെങ്കിൽ ഉപനേതാവ് പദവിയോ അടക്കമുള്ള മറ്റു കാര്യങ്ങളിലേക്ക് ചർച്ചകൾ നീണ്ടില്ല. പരാജയ കാരണങ്ങളിൽ വിശദ ചർച്ച പിന്നീടുണ്ടാകും. ഒരു പ്രാഥമിക വിലയിരുത്തലാണ് ന്യൂനപക്ഷ വോട്ടുകളുടെ, അത് ക്രിസ്ത്യൻ മുസ്ലിം വോട്ടുകളുടെ ഒരു ഇടത് വിരുദ്ധ ഏകീകരണം ഉണ്ടായി. അത് തെരഞ്ഞെടുപ്പിന് പരാജയത്തിന് ഒരു കാരണമായി എന്നാണ് മുന്നണി വിലയിരുത്തുന്നത്. പലവിധ കാരണങ്ങളുണ്ടെന്ന് മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതൊക്കെ കാരണങ്ങളെന്ന് ഒരുപക്ഷെ വൈകുന്നേരം 4 മണിക്ക് മുന്നണി കൺവീനർ TP രാമകൃഷ്ണൻ വാർത്താ സമ്മേളനമുണ്ട്. അതിൽ കുറച്ചുകൂടി വ്യക്തത ഇക്കാര്യങ്ങൾ ഉണ്ടാകാം. ഏതായാലും വിശദ ചർച്ചകളിലേക്ക് മുന്നണിയും കടക്കുകയാണ്. വലിയ തിരിച്ചടി സമ്മതിക്കുന്നു. അതിനുശേഷം ജോസ് കെ മാണി, കേരള കോൺഗ്രസ് എമ്മിന്റെ ചെയർമാൻ, മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് തിരിച്ചുവരും, ശക്തമായി തന്നെ തിരിച്ചുവരും. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം കേരള കോൺഗ്രസ് എമ്മിനെ അവരുടെ പാർട്ടിയിലേക്ക് ക്ഷണിച്ചിരുന്നു, കേരള കോൺഗ്രസിലേക്ക് ക്ഷണിച്ചിരുന്നു. അതിനുള്ള മറുപടി ജോസ് കെ മാണി പറഞ്ഞത്, ഞങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് കരുതിയാകും അവർ ക്ഷണിച്ചത്. നേരത്തെ അവർക്ക് ബുദ്ധിമുട്ടുണ്ടായപ്പോൾ ഞങ്ങളും സമാനമായി ക്ഷണിച്ചിരുന്നു. മുടിയനായ പുത്രൻ തിരിച്ചു വന്നാൽ സദ്യ വിളമ്പി സ്വീകരിക്കുമെന്നാണ് അപ്പു ജോസഫ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ആ ക്ഷണം തള്ളുകയാണ് ഇപ്പോൾ ജോസ് കെ മാണി. ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല, ശക്തമായി തന്നെ തിരിച്ചുവരും. പാർട്ടിയുടെ അണികൾ ഒരിടവും പോയിട്ടില്ല, പാർട്ടിയുടെ പ്രസക്തി നഷ്ടപ്പെട്ടിട്ടില്ല. സാധാരണക്കാരായ ജനങ്ങളുടെ തീരുമാനമാണ് ഈ തെരഞ്ഞെടുപ്പുകൾ ഉണ്ടാകുന്നത്. അത് ഇത്തവണ ഞങ്ങൾക്ക് തിരിച്ച് ശക്തമായി വരുമെന്ന് ജോസ് കെ മാണിയും വ്യക്തമാക്കുന്നു. അങ്ങനെ തിരിച്ചുവരവിനുള്ള തന്ത്രങ്ങളാകും, വഴികളാകും ഇനിയുള്ള ദിവസങ്ങളിൽ ഇടതുമുന്നണിയിലെ ഘടകകക്ഷികൾ ചർച്ചയെ തീരുമാനിക്കുക. 11 പാർട്ടികളുള്ള ഇടതുമുന്നണിയിൽ 3 പേർ CPM-ഉം CPI-ക്കും പുറമെ RJD-യും മാത്രമാണ് നിയമസഭയിൽ പ്രാതിനിധ്യമുള്ളത്. ആ രീതിയിൽ ഇടതുമുന്നണി തകർന്നുപോയി. അവിടെ നിന്ന് തിരിച്ചുവരവിനുള്ള ശ്രമങ്ങളാകും ഇനിയുള്ള ദിവസങ്ങളിൽ, ഇനിയുള്ള മാസങ്ങളിൽ ഇടതുമുന്നണി നേതൃത്വം നടത്താൻ പോകുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.